റാം സാർ ആയതുകൊണ്ട് ഹ്യൂമറൊന്നും പ്രതീക്ഷിച്ചില്ല. വെരി ഫ്രാങ്ക്, വളരെ അങ്ങനെ ലൈക്ക് ശിവ സാർ ഉണ്ടായിരുന്നത് കൊണ്ട് ഹ്യൂമർ ആവാനും സാധ്യത ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഇത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും വിചാരിച്ചില്ല. ഇൻഫാക്ട് ഞാനങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പറ്റും, എന്തെങ്കിലും ഇതിന് ഒരു ഡാർക്കിലേക്ക് കയറുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വെരി ഹാപ്പി. കാരണം ഇപ്പം തമിഴിൽ നിന്ന് ഇപ്പോൾ ഇതിന് മുമ്പ് കണ്ട പ്രീമിയർ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ഫാമിലിയാണ്. അപ്പോൾ ശിവ സാറും എല്ലാവരും ഉണ്ടായിരുന്നു, ശശികുമാർ സാർ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം. അപ്പോൾ അതേപോലെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിന് വളരെ സന്തോഷം നൽകുന്നൊരു സാധനം. നൈസ്. മലയാളത്തിൽ നിന്നുള്ള അതാണ് നമുക്ക് ഭയങ്കര അഭിമാനം. കാരണം ഗ്രേസൊക്കെ കിടന്ന് കാണിക്കുന്ന, ഞാൻ പറയുന്നത് എല്ലാവരും ഇവൻ ചെറിയ സംഭവങ്ങൾ ചെയ്തു പോയപ്പോൾ വിജയ് പോലും ഞാൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും നാച്ചുറലായിട്ട് ഇങ്ങനത്തെ സാധനമൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു റാം സാറിൻ്റെ കഴിവും കൂടിയാണ് കേട്ടോ. എല്ലാവരും ആ കുട്ടീനെയൊക്കെ കൊണ്ട് പെർഫോം ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാവരും ഇത് ഈസി കൂളായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല സന്തോഷം. വിജയ് ചേട്ടന് പാട്ടുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പാട്ടുകൾ ആക്ച്വലി അവരുടെ തോട്ട്സ് പോലെ നല്ല ഒരു രസത്തിൽ പോയിട്ടുണ്ട്. അച്ഛൻ നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. അച്ഛനെ ഇങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടം. റിയലിസ്റ്റിക് മൂവീസ് ഭയങ്കര റിയലിസ്റ്റിക് മൂവീസാണ് ഇഷ്ടം. സിനിമ കാണാനുള്ളവരോടൊക്കെ ഇനി എന്താ പറയാനുള്ളത്? കണ്ട സ്ഥിതിക്ക് സിനിമ ഇനി കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ ഉറപ്പായിട്ടും കാണാം. എന്തായാലും എന്താ പറയാ, ആ ഒരു 2.5 hours മനസ്സ് തുറന്ന് ചിരിക്കാം, നമുക്കറിയാൻ കാര്യങ്ങളുണ്ട്. നല്ല എല്ലാവർക്കും കാണാം, വലിയ ആൾക്കാർക്കൊക്കെ കാണാം. ഓൾ ദ ബെസ്റ്റ്. ഭാവനയുടെ ശബ്ദം ഒന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നടി ഭാവനയുടെ ശബ്ദം പറഞ്ഞിട്ടില്ലേ?